രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിക്കാറ്റിലില ചാത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർ തുള്ളിതൻ സംഗീതം തന്ത്രികളിൽ പടർന്ന നേരം, ആദരയായൊരു പക്ഷിയും ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഹലോ, എല്ലാവർക്കും നമ്മളുടെ കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞുള്ളൂ, ഈ ചൂട് സഹിക്കാൻ പറ്റില്ല, നമ്മൾ എന്തൊക്കെയാ ചെയ്യുക, ഒരു മഴ പെയ്തില്ല വെച്ചെങ്കിൽ ആകെ കുടുങ്ങും, കഷ്ടത്തിലാവും എന്നൊക്കെ പറഞ്ഞുള്ളൂ അല്ലേ. അപ്പോഴേക്കും മഴ വന്നു. അതാണ് നമ്മളിങ്ങനെ കാത്തിരുന്നിട്ടെങ്കിൽ അത് വരേണ്ടവരാണെങ്കിൽ വരുന്നിരിക്കും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യത്തെ ആ ഒരു മഴ അത് നമ്മൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മഴ ആസ്വദിക്കാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ദിവസത്തെ രാവിലെ അതിന് വല്ലാത്തൊരു ഭംഗിയായിരിക്കും അല്ലേ. നല്ല രസമായിരിക്കും, ആകെ ഒരു ഫ്രഷ്നെസ്സും മൊത്തത്തിലൊരു കുളിര് അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു പുതുമഴ എന്നും കൂടെ പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല, അത്രയും അടിപൊളിയായിരിക്കും. ഭയങ്കര രസമുള്ളൊരു ഫീലാണത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമുക്കത് കാണുമ്പോഴേ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷമൊക്കെ തരുന്ന കുറേ കാഴ്ചകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് എന്താ പറയുക പച്ചക്കറികളൊക്കെ ചെറുതായിട്ടാണ്, കാരണം വെള്ളമില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ പാത്രമൊക്കെ കഴുകണ വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട്
നനച്ചുണ്ടാക്കിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ ഇതിലിങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കിങ്ങനെ കണ്ടു നോക്കാം. കണ്ടില്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് വീഡിയോസ് ഇങ്ങനെ എടുത്താണ്. വേറെയും കുറേ അങ്ങനെ ഉണ്ട് പച്ചക്കറികൾ അമ്മ ഉണ്ടാക്കിയിട്ടൊക്കെ. അപ്പം നമ്മളിങ്ങനെ വേറെ വീഡിയോയിലൊക്കെ കാണിക്കാം. ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. നമ്മൾക്ക് നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ട്, കുട്ടികളുടെ സ്കൂളിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു സാധനം കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഒന്ന് റെഡി ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സമ്മറാണ്. സമ്മറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് അഴുക്കും വയർപ്പും ഒക്കെ ഇരിക്കാൻ നല്ല ചാൻസുള്ള സമയമാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സ്കിൻ കെയറിൽ എപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെ എപ്പോഴും മുഖം ഒന്ന് എന്താ പറയുക കഴുകിയെടുക്കാനൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മമ എർത്തിൻ്റെ ഉപ്ടൺ ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഈ ഉപ്ടൺ ഫേസ് വാഷിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മഞ്ഞളും കുങ്കുമപ്പൂവാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പഴയ കാലം തൊട്ട് സൗന്ദര്യവർദ്ധനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലേ മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൗന്ദര്യത്തിനുള്ളതാണ്. അപ്പോൾ മഞ്ഞളിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നാച്ചുറലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ അതിന് പറ്റും. അതുപോലെ തന്നെ സാഫ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് വിറ്റമിൻസും പിന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനും ബ്രൈറ്റൻ ആക്കാനും ഒക്കെയുള്ള കഴിവ് സാഫ്രനുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക സൺ ടാനൊക്കെ വരില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാനും ഈ എന്താ പറയുക ഇതുകൊണ്ട് ഈ ഒരു ഫേസ് വാഷ് നമുക്ക് നല്ല ഗുണം കിട്ടും. അപ്പോൾ മുഖം നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം ഫേസ് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് മമ എർത്തിൻ്റെ തന്നെ ഉപ്ടൺ ഫേസ് സിറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തന്നെയാണ് എന്താ പറയുക കുങ്കുമപ്പൂവും മഞ്ഞളും തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒട്ടും സ്റ്റിക്കല്ല. നമ്മളുടെ മുഖത്ത് ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് സ്കിന്നിൽ അബ്സോർബ് ചെയ്യും. അതാണ്. പിന്നെ അതുപോലെ തന്നെ സ്കിന്നിന് എപ്പോഴും നല്ല ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഫീല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡ്രോപ്പ് നമ്മൾ എടുത്തിട്ട് മുഖത്ത് ആക്കിയതിന് ശേഷം അധികമൊന്നും വേണ്ട, കുറച്ച് ഇങ്ങനെ ഡ്രോപ്പ് ആക്കിയതിന് ശേഷം
ശേഷം നല്ലപോലെ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അത്രയാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. നമുക്കിത് എവിടെ നിന്നൊക്കെ മേടിക്കുക വെച്ചാൽ ആമസോൺ, നൈക്ക, പർപ്പിൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ മമ എർത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മമ എർത്തിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെന്ന് വെച്ചെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ ബാലൻസ് ഒക്കെ നിലനിർത്തി സൺ ഡാമേജ് ഒക്കെ ഒഴിവാക്കി നല്ല നാച്ചുറൽ ഗ്ലോ ഉള്ള ബ്രൈറ്റൻ സ്കിന്ന് വേണം എന്നുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ നിന്നുണ്ടല്ലോ പാറുൻ്റെയും മൃദുവിൻ്റെയും ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടിട്ട് അപ്പോൾ എല്ലാവരും ഓടി വന്നിട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട്, ഫാനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. പക്ഷേ ആരെയും എനിക്കങ്ങനെ വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റില്ല, സ്കൂളല്ലേ. ടീച്ചേഴ്സിനെയും ഒക്കെ കണ്ടിട്ടായിരുന്നു എല്ലാവരും ഒക്കെ ഇങ്ങനെ ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് സ്കൂളിൽ നിന്ന് പോരുകയാണ്. അപ്പോൾ ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സ്കൂൾ ബസ്സല്ല, വേറെ ലൈൻ ബസ്സിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പാറും മൃദും ബസ്സിൽ കയറുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുക വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴേട്ടോ ഭയങ്കര കോമഡി ആയിട്ടൊരു കാര്യം കണ്ടത്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ശ്രദ്ധിക്കണേ, അവിടെ രണ്ടുപേരെ കാണാണ്ടോ. അത് പിന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലേക്ക് ചോറുണ്ടോ ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കിയിട്ടത് അതാണ് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ രണ്ടുപേരും നല്ലപോലെ വിശന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഫുഡ് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയറിയതാണ് കേട്ടോ. അവിടെ ഒന്നങ്ങോട്ട് നോക്കിയേ ബിസിയാണ്. ഇതേ ഒരു ഷവർമ കുത്തിക്കയറ്റി കഴിഞ്ഞിട്ട് അടുത്ത ബിൽക്ക് കയറിയിരിക്കുക ബ്രദു. ആറൂനുള്ളത് വരുന്നുണ്ട്, രണ്ടുപേരുണ്ട്. ഇതൊക്കെ പോകുമോ പാറുവോ? ഇതൊക്കെ അങ്ങോട്ട് ചെല്ലുവോ? നോക്കട്ടെ എന്താണ് അവസ്ഥ. എനിക്കിനി സ്ഥലമില്ല കേട്ടോ. എന്നോട് പറയരുതെന്ന്. ഓക്കെ അല്ലേ? തരാപ്പാര എവിടെ? റോട്ടിൽ കൂടെ തരാപ്പാര. ഇവിടെ നോക്ക്. ഞാനൊരു സാധനം കാണിച്ചു തരാട്ടോ. എവിടെ അത് കാണിച്ചേ പാറു? ഒരു സാധനം കാണിച്ചു തരാട്ടോ. ഒരു പുളിങ്ങ മിഠായി. എന്താ പാറു ഇതിൻ്റെ പേര്? പുളിങ്ങ മിഠായി. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടോ? എന്താ ഇതിൻ്റെ മോളെ എഴുതിന്നെ? സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ഇംലി. ഇംലി. ഇതന്നെ. ഇങ്ങനെ ഒരു മിഠായി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മോ, അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് കുട്ടിക്കാലം ഓർമ്മ വരും. ഇതെന്താണെന്ന് അറിയാണ്ട് മേടിച്ചോണ്ടെന്നാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നോക്കട്ടെ. അതിന്റെ പ്രതുവാണ് ഇത് പറഞ്ഞത് മേടിക്കാൻ. അപ്പം മുന്നേ മേടിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ ഇത് ഞാൻ ഇത്ര ഇത് കഴിച്ചു നോക്കിയിട്ടില്ല. ഇത് അടിപൊളിയല്ലേ? കഴിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയണത്. നല്ല രസമുണ്ട്. ശരിക്കും നമുക്ക് കുട്ടിക്കാലം ഓർമ്മ വരും അല്ലേ? പാറു ഇഷ്ടമായില്ലേ? നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ, പുളിങ്ങ മിഠായി.
ഇതിൻ്റെ സൈഡിൽ പൊട്ടിച്ചിട്ട് സൈഡിൽ കഴിക്കുക. അപ്പോൾ നല്ല മധുരമുള്ള പുളിങ്ങ ഇങ്ങനെ കഴിക്കണം. കടിച്ച് വലിക്കുമ്പോൾ നല്ല അതാ ഇതുപോലെ ഇങ്ങനെ ഒരു പെട്ടിയിലല്ലേ, ഒരു കുപ്പിയിൽ എനിക്ക് അതാ ഇതുപോലെ ഇങ്ങനെ ഒരു കുപ്പിയിലാണ് ഇത് വരുന്നത്. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അത് കഴിച്ച് ഇവിടെ എത്രയായി, ഇപ്പം ഇവിടെ അടി തുടങ്ങി. എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരയ്ക്കും ബൈ.